سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അവസാനത്തോടടുക്കുകയാണ്. ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ ആരംഭത്തെ സംബന്ധിച്ച് പറഞ്ഞൊരു ഹദീത്ത്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാത്രി, ഉഗ്ലിഖത് അബ്വാബുൻ നാരി ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും, ആ റമദാനിൽ ആ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ വഫുത്തിഹത് അബ്വാബുൽ ജന്നതി ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, ആ റമദാനിൻ്റെ ആരംഭത്തോടു കൂടി സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ആ റമദാൻ കഴിയുന്നത് വരെ ഒരു വാതിലും അടക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ വസുഫിദതി ശയാത്തീൻ, ശൈത്താന്മാർ പിശാചുക്കൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും. വമറദത്തുൽ ജിന്നി, ജിന്നുകളിൽ നിന്ന് കുരുത്തക്കേടുള്ള ജിന്നുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലയിൽ ബന്ധിക്കും റമദാൻ കഴിയുന്നത് വരെ. അതിനുശേഷം ഈ റമദാനിൽ ശൈത്താൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രേരണ കുറവായിരിക്കും. മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശൈത്താൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രേരണ കുറവായിരിക്കും, ഉണ്ടാകൂല. റമദാൻ കഴിയലോടുകൂടി പിശാച് അവൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ശൈത്താനെ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പിശാചിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ, ഭയങ്കര ഗൗരവമുള്ള വാക്കാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ, തീർച്ചയായും ശൈത്താൻ അഥവാ പിശാച് ലക്കും അദുവ്വുൻ, നിങ്ങളുടെ ശത്രുവാണവൻ. ഫത്തഖിദൂഹു അദുവ്വ, അതുകൊണ്ട് അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കാണണം. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കാണണം. ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവൻ പിശാച് അവൻ്റെ കൂട്ടരെ ക്ഷണിക്കുന്നത് കത്തിയാളുന്ന നരകത്തിലേക്കാണ്. അവനൊരിക്കലും ഖൈറിലേക്ക് നയിക്കൂല, സ്വർഗത്തിലേക്കോ ഖൈറിലേക്കോ നന്മയിലേക്കോ പിശാച് വഴി നടത്തൂല. അവൻ അവൻ്റെ വിഭാഗത്തെ ക്ഷണിക്കുന്നത്, നയിക്കുന്നത് കത്തിയാളുന്ന നരകത്തിലേക്കാണ്. സ്വർഗത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ പുറത്താക്കുന്ന സമയത്ത് നമുക്കറിയാലോ ചരിത്രം. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തില്ല. അല്ലാഹു ചോദിച്ചു, ഖാല മാ മനഅക, എന്താണ് നിന്നെ തടഞ്ഞത്? ആദമിന് സുജൂദ് ചെയ്യുന്നതിൽ നിന്നും നിന്നെ തടഞ്ഞത് എന്താണ്? അഹങ്കാരമായിരുന്നു, കിബറായിരുന്നു. അല്ലാഹു, എന്നെ നീ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ ഖൈറാണ്. ആ ഒരു അഹങ്കാരമായിരുന്നു ഇബ്ലീസിനെ തടഞ്ഞത് സുജൂദ് ചെയ്യുന്നതിൽ. അങ്ങനെ അല്ലാഹു അവിടുന്ന് പുറത്താക്കാണ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഇബ്ലീസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഖാല ഫബിമാ അഗ്വൈതനി, റബ്ബേ നീ എന്നെ വഴിവഴപ്പിച്ചു, നീ എന്നെ ആട്ടി ഓടിച്ചു. ലഅഖുഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, അതുകൊണ്ട് നിന്റെ നേരായ മാർഗത്തിൽ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും. നിന്റെ നേരായ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും, മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും. സുമ്മ ലആതിയന്നഹും, പിന്നെ ഞാൻ അവരുടെ അടുക്കലേക്ക് പോകും. മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ മുമ്പിലെയും പിറകിലെയും വലതിലെയും ഇടതിലെയും 4 ഭാഗത്തെ കൂടി ആ മനുഷ്യരുടെ അടുക്കലേക്ക് ഞാൻ പോകും.
എന്തിനീ പഴിപ്പിക്കാൻ വേണ്ടി? അവൻ എല്ലാ വഴികളും നോക്കും. ഏതൊക്കെ ഹൈറായ നന്മയായ വഴികളുണ്ടോ ആ വഴിയിലൊക്കെ അവൻ മനുഷ്യർക്ക് വേണ്ടി കാത്തിരിക്കും. ആ മനുഷ്യരുടെ 4 ഭാഗത്തു കൂടെയും പോയിട്ട് മനുഷ്യന്മാരെ പഴപ്പിക്കും. വേറൊരു ലക്ഷ്യം അവനില്ല. ഇത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. അന്ന് സ്വർഗത്തിൽ നിന്നും അള്ളാഹു ആട്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു ലക്ഷ്യത്തിനാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്. ഏത് രീതിയിലാണെങ്കിലും മനുഷ്യനെ പഴപ്പിക്കും. വലാ തജിദു അക്സറഹും ഷാകിരീൻ. അള്ളാഹു കൊടുത്ത വാക്കാണ്. അധിക അടിമകളെയും നിനക്ക് ശുക്ർ ചെയ്യുന്നവരായിട്ട് നിനക്ക് കാണാൻ കഴിയില്ല, ഞാൻ പഴപ്പിച്ചളയും. അതെങ്ങനെയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഹൈറായ മാർഗത്തിലൂടെ വന്നിട്ട് പഴപ്പിക്കും, മോശമായ മാർഗത്തിലൂടെ വന്ന് പഴപ്പിക്കും. ഏത് രീതിയിലാണെങ്കിലും നിൻ്റെ അടിമകളെ ഞാൻ പഴപ്പിക്കും. അത് പിശാചിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ശൈത്താനെ ശത്രുവായിട്ട് കാണണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ശത്രുവാണ്, ശത്രുവായിട്ട് തന്നെ നിങ്ങൾ അവനെ കാണണം. ഖാല ഖുറുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറ. ആ അള്ളാഹുനോട് ഈ വാക്ക് പറഞ്ഞപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് മാറ്റി വിട്ടു. ഖാല ഖുറുജ് മിൻഹാ, ആ സ്വർഗത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. മദ്ഊമൻ മദ്ഹൂറ, നിന്ദനാക്കപ്പെട്ട നിലയിലും ആട്ടി ഓടിക്കപ്പെട്ടവനായ നിലയിലും നീ സ്വർഗത്തിൽ നിന്നും പുറത്തെടുക്കാൻ പറഞ്ഞു. ലമൻ തബിഅക മിൻഹും ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ. അന്ന് അല്ലാഹു പിശാചിനോടുത്ത മറുപടിയാണത്. ലമൻ തബിഅക മിൻഹും, നിന്നെ പിൻപറ്റുന്നവനും അതുപോലെ തന്നെ നീയും. ലഅംലഅന്ന ജഹന്നം, നരകത്തെ കൊണ്ട് ഞാൻ നിറക്കും. മിൻകും അജ്മഈൻ, നിന്നെയും നിൻ്റെ കൂട്ടാളികളെയും കൊണ്ട് നരകത്തെ ഞാൻ നിറക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് മറുപടി പറഞ്ഞു പിശാചിനോട്. അതുകൊണ്ട് പിശാചിനെ കരുതിയിരിക്കുക, വളരെ സൂക്ഷിക്കുക. ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും പിശാച് വരും. ഈ ആയത്തോർത്തോ നമ്മുടെ 4 ഭാഗത്തും പിശാച് വരും. പല രീതിയിലും പല കോലത്തിലും പിശാചുക്കൾ വരും, ശൈത്താൻ വരും. അതുകൊണ്ട് കരുതിയിരിക്കുക. ശത്രുവിനെ ശത്രുവായിട്ട് തന്നെ കാണുക. ഒരിക്കലും അവന് വഴിപ്പെടാൻ പാടില്ല. നരകം അടിമകളെ കൊണ്ട് അല്ലാഹു നിറക്കും നരകത്തെ. യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തോട് ചോദിക്കും ഹലിം തലഅതി, മതിയോ നോക്കും അല്ലാഹ്, മതിയോ നിനക്കായോ നോക്കും. അപ്പോൾ നരകം തിരിച്ചു ചോദിക്കും അല്ലാഹുവോട് വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ കൊണ്ടുവരാൻ പറയും. അങ്ങനെ നരകത്തെ അല്ലാഹു നിറക്കും മനുഷ്യന്മാരെ കൊണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, ശത്രുവിനെ ശത്രുവായിട്ട് തന്നെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ പിശാചിൻ്റെ പിറകെ പോകരുത്, അവൻ്റെ പിറകെ നിങ്ങൾ പോകരുത്. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ, അത് പിശാചിനെ ആരാണോ പിൻപറ്റുന്നത്, അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ആരാണോ ജീവിക്കുന്നത്, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, അവൻ നിങ്ങളോട് പ്രേരിപ്പിക്കുന്നതും നിങ്ങളോട് കൽപ്പിക്കുന്നതും മോശത്തരം മാത്രമായിരിക്കും. ഒരിക്കലും നന്മ അവൻ പറയില്ല. ഒരു ഖൈറും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഖൈറും പിശാച് നിങ്ങളെ പ്രേരിപ്പിക്കൂല. വളരെ മോശമായതും തിന്മയും മാത്രമാണ് അവൻ നിങ്ങളോട് പ്രേരിപ്പിക്കുന്നതും നിങ്ങളോട് കൽപ്പിക്കുന്നതും. അതുകൊണ്ട് ഒരിക്കലും പിശാചിൻ്റെ പിറകെ നിങ്ങൾ പോകരുത്. ഇനി അഥവാ പോയി പിശാചിൻ്റെ കണിയിൽപ്പെട്ടു, ശൈത്താൻ്റെ കണിയിൽപ്പെട്ടു, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ. ആഖിറത്തിൽ അല്ലാഹു രംഗം വിവരിക്കുന്നുണ്ട്. എല്ലാം തീരുമാനിക്കപ്പെടും. ആ സമയത്ത് പിശാച് പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഅദൽ ഹഖ്, സത്യമായ വാഗ്ദാനം. വഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാനും നിങ്ങളോട് എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫഅഖ്ലഫ്തുകും, അതൊക്കെ ഞാൻ തെറ്റിക്കുകയാണ്, ഞാനൊക്കെ മാറ്റി പറയാണ്. ഞാൻ എന്തൊക്കെയോ നിങ്ങൾ കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇന്ന് തിരിച്ചെടുക്കുകയാണ്. അള്ളാഹു ചെയ്ത വാഗ്ദാനമാണ് സത്യം. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ, നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരം ഉണ്ടായിട്ടില്ല, നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല, ഞാനും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ലി, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങളതിന് ഉത്തരം നൽകി, നിങ്ങളെൻ്റെ പിറകെ വന്നു. അത് മാത്രമാണ് ബന്ധം, വേറൊരു ബന്ധം നമ്മൾ തമ്മിലില്ല. ഞാൻ വിളിച്ചു, നിങ്ങൾ വന്നു. അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമു അംഫുസക്കും, പിശാച് പറയുന്ന വാക്കാണ്. ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട,
ഞാൻ എന്തൊക്കെയോ കാണിച്ചെന്ന് നിങ്ങളെ പ്രേരിപ്പിച്ചു, പ്രലോഭിപ്പിച്ചു, നിങ്ങൾ അതിന് പിറകെ വന്നു. അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട. വലൂമു അംഫുസക്കും, സ്വന്തത്തെ ആക്ഷേപിക്കുക. കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യം ഞാൻ കാണിച്ചെന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ പിറകെ വന്നതാണ്. കാരണം എനിക്ക് നിങ്ങളായിട്ടൊരു ബന്ധുവില്ല, എനിക്കൊരു അധികാരമില്ല നിങ്ങളുടെ വിഷയത്തിൽ. നിങ്ങൾ സ്വയം ഇറങ്ങി പുറപ്പെട്ടതാണ് എനിക്ക് പിറകെ. അതുകൊണ്ട് നിങ്ങൾ വലൂമു അംഫുസക്കും, സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക. മാ അന ബിമുസ്രിഖിക്കും വമാ അൻതും ബിമുസ്രിഖി, ഇന്ന് എനിക്ക് നിങ്ങളെ സഹായിക്കാനും കഴിയില്ല, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവാൻ, ഞാൻ എൻ്റെ വഴിക്ക് പോകും. അന്ന് കൈയൊഴിയും പിശാച്. അതുകൊണ്ട് എന്ത് പ്രേരണ ഉണ്ടെങ്കിലും പ്രലോഭനം ഉണ്ടെങ്കിലും പിശാചിനെ കരുതിയിരിക്കുക. ഏത് സാഹചര്യത്തിലും അവനെ ശത്രുവായിട്ട് കാണാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടെ മനസ്സിൽ മോശമായ കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ അതൊക്കെ എൻ്റെ ശത്രുവിൻ്റെ പ്രേരണയാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. തെറ്റുകൾ ചെയ്യുന്ന സമയത്തും അശ്രദ്ധമായിട്ട് ജീവിക്കുന്ന സമയത്തും ഇതൊക്കെ തൻ്റെ ശത്രു അവിടെ വിജയിക്കുകയാണ്. അള്ളാഹുവിൻ്റെയും എൻ്റെയും ശത്രു അവിടെ വിജയിക്കുകയാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണം. ശത്രുവിനെ ശത്രുവായിട്ട് കാണണം. അതുകൊണ്ട് ഈ റമദാൻ കഴിയുമ്പോഴേക്കും ശൈത്താൻ്റെ വസ്വാസ് നല്ല രീതിയിലുണ്ടാവും. പിശാചിനെ സൂക്ഷിക്കുക. അവൻ മനുഷ്യരെക്കാൾ മുന്തിയ ആളൊന്നുമല്ല, മനുഷ്യൻ്റെ മേലെ യാതൊരു അധികാരവും അവനില്ല. പക്ഷെ അവൻ എന്തൊക്കെയോ കാണിച്ച് മനുഷ്യ മനസ്സുകളെ പ്രലോഭിപ്പിക്കും. അതാണ് അവൻ്റെ വിജയം. അതുകൊണ്ട് ആ രീതിയിൽ പിശാചിനെ സൂക്ഷിക്കുക. ഏത് സാഹചര്യത്തിൽ നമ്മുടെ രഹസ്യപരസ്യ ജീവിതത്തിൽ പിശാചിനെ സൂക്ഷിക്കുക, അവനെ കരുതിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിന് ശേഷവും അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാൻ നമ്മളെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. مذهبي وعقيدتي رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا